ഇന്ന് ആർട്ടിക്കിൾ എന്ന് പറയുന്ന ഭാഗത്തെ രണ്ടാമത്തെ ക്ലാസ് ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്താണെന്നും അതിൽ തന്നെ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള എയെ പറ്റിയിട്ടും ആനെ പറ്റിയിട്ടും ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തതാണ്, ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ധായെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരുപാട് യൂസസ് ഉണ്ട്. ദായ്ക്ക് ഒരുപാട് യൂസസ് ഉണ്ട്. ഒരുപാട് സിറ്റുവേഷൻസിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ദാ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത് ഒന്നാമതായിട്ട് ഉപയോഗിക്കുന്നത് വെൻ എ പേഴ്സൺ ഓർ എ തിങ് ആൻ ഐഡിയ ഈസ് പ്രിഷ്യസ്ലി സ്പെസിഫൈഡ്. അതല്ലെങ്കിൽ വെൻ റിപ്പീറ്റിംഗ് അബൌട്ട് സമ്മൺ ഓർ സംതിങ് ദാറ്റ് വാസ് മെൻഷൻ ഏർലിയർ. സിമ്പിളാണ്. അപ്പോൾ ഒന്നാമത് ഉപയോഗിക്കുന്ന യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ആളെ പറ്റി, ഒരു വ്യക്തിയെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഒരു ആശയത്തെ പറ്റിയിട്ടോ ഒരു സ്പെസിഫൈ ചെയ്ത് പറയാൻ വേണ്ടിയിട്ട്, അതായത് അയാളെ ഒന്ന് ഊന്നൽ കൊടുത്ത് പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എംഫസൈസ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ദാ ഉപയോഗിക്കാനായിട്ട് പറ്റും. അതല്ലെങ്കിൽ ഇപ്പോൾ ഒരാളെ പറ്റി ഓൾറെഡി, ഒരാൾ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ പറ്റി ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ രണ്ടാമതൊന്ന് റിപ്പീറ്റ് ചെയ്ത് മെൻഷൻ ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് ദാ ഉപയോഗിക്കാം. എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. ദിസ് ഈസ് ദി ബുക്ക് ഐ വാസ് സെർച്ചിങ് ഫോർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബുക്കാണ്, പക്ഷെ ആ ബുക്ക് ആദ്യമായിട്ട് കാണുന്നൊരു ബുക്കല്ല, അതായത് ആദ്യമായിട്ടുള്ള ബുക്കല്ല. ഇപ്പം ദിസ് ഈസ് എ ബുക്ക് എന്ന് പറയുമ്പോൾ അത് ആദ്യമായിട്ട് കാണുന്ന ഒരു ബുക്കിനെ പറ്റി പറയാണ്. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് ഓൾറെഡി ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടിരുന്ന ബുക്കാണ്, അതായത് ഈ ഓൾറെഡി ഞാൻ കണ്ടെത്തണം എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തുകൊണ്ടിരുന്ന ബുക്കാണ്. ആ ബുക്കാണ് ഇപ്പം എന്ത് ചെയ്തത്, കിട്ടിയത്, അല്ലെങ്കിൽ ആ ബുക്കാണ് ഇത് എന്ന് സ്പെസിഫൈ ചെയ്ത് പറയുകയാണ് ചെയ്യുന്നത്. അതുമാത്രമല്ല, ഞാൻ മുൻപേ ഇതെനിക്ക് അറിയാവുന്ന ബുക്കാണ്, അല്ലെങ്കിൽ മുൻപേ ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടിരുന്ന ബുക്കാണ്, അതിപ്പോൾ കണ്ടുകിട്ടി എന്ന് റിപ്പീറ്റ് ആയിട്ട് പറയാണ്. അതായത് റിപ്പീറ്റ് ആയിട്ട് ആ ബുക്കിനെ എംഫസൈസ് ചെയ്ത് പറയുകയാണ്. അപ്പോൾ അതാണ് ഒന്നാമത്തെ എക്സാമ്പിൾ. അതുപോലെ അടുത്ത നോക്കിക്കേ. ഹി ഡോണ്ട് ഗെറ്റ് ദ ജോബ് ഹി അപ്ലൈഡ് ഫോർ. അതായത് അവൻ അപ്ലൈ ചെയ്തിരുന്ന ജോബ് കിട്ടിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതായത് ഹി അപ്ലൈഡ് ഫോർ ദാറ്റ് ജോബ്, അവൻ ആ ജോബിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അപ്പം തന്നെ അവനറിയാം ആ ജോബിനെ പറ്റിയിട്ട്, പുതുതായിട്ട് അറിയുന്ന ജോബൊന്നുമല്ല, അവൻ അപ്ലൈ ചെയ്ത ജോബാണ്, അത് കിട്ടിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ജോബിനെ കുറച്ചുകൂടി എംഫസൈസ് ചെയ്യാണ്, അല്ലെങ്കിൽ ആ ജോബിനെ സ്പെസിഫൈ ചെയ്ത് പറയുന്ന കണ്ടീഷനാണത്. അതുപോലെ വൈൽ ഐ വാക്കിംഗ് അലോങ് ദി റോഡ് ഐ സാ എ മാൻ ദ മാൻ വാസ് പ്ലേഡ് വിത്ത് എ ഡോൾ എന്നുള്ളത്. അപ്പോൾ ഞാൻ റോഡിൽ കൂടി നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഐ സാ എ മാൻ, ഞാനൊരു മനുഷ്യനെ കണ്ടു. അപ്പം ആ കണ്ട സമയത്ത് അയാൾ എനിക്ക് പുതിയതായിരുന്നു, അയാൾ സ്പെസിഫൈഡ് ഒന്നും അല്ല, പുതിയതായിരുന്നു. പിന്നീട് അയാളെ പറ്റി റിപ്പീറ്റ് ചെയ്ത് സംസാരിക്കുന്നതാണ് ദ മാൻ വാസ് പ്ലേഡ് വിത്ത് എ ഡോൾ, അയാളൊരു ഡോളിനോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത്. അപ്പോൾ ആദ്യം കണ്ടപ്പോൾ ഒരു ജസ്റ്റ് ഒരു മാൻ എന്ന് പറയുന്നു, പിന്നീട് അയാളെ മെൻഷൻ ചെയ്യേണ്ടി വന്നപ്പോൾ, റിപ്പീറ്റ് ആയിട്ട് മെൻഷൻ ചെയ്യേണ്ടി വന്നപ്പോഴാണ് ദ മാൻ എന്ന് യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അതാണ് ഒന്നാമത്തെ യൂസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് നോക്കിക്കേ. യുണീക്ക് ആയിട്ടുള്ള തിങ്സിന് മുൻപിൽ, അതായത് യുണീക്ക് തിങ്സ് എന്ന് പറയുമ്പോൾ ഇപ്പം സൺ, മൂൺ, എർത്ത്, സ്റ്റാർ അത്തരത്തിലുള്ള വേർഡ്സിന് മുൻപിൽ നമ്മൾ ദാ ചേർക്കാം. ദ സൺ, ദ മൂൺ, ദ എർത്ത്, ദ വേൾഡ്, ദ യൂണിവേഴ്സ് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി അടുത്ത എന്താണ്, ആ ഹോളി ബുക്സിന് മുൻപിൽ അല്ലെങ്കിൽ എപ്പിക്സിന് മുൻപിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം, ദാ ഉപയോഗിക്കാം. ദ രാമായണ, ദ ബൈബിൾ, ദ ഖുറാൻ എന്നിങ്ങനെയൊക്കെ നമുക്ക് ഹോളി ബുക്സിൻ്റെയോ അല്ലെങ്കിൽ എപ്പിക്സുകളുടെ മുന്നിലോ ഒക്കെ ദാ ഉപയോഗിക്കാം. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പിക് എന്ന് പറയുന്ന ആ ഒരു ബുക്കിന് മുൻപേ ആ ബുക്ക് എഴുതിയ ആളിന്റെ പേരോട് കൂടിയാണ് ആ ബുക്ക് വരുന്നത് എങ്കിൽ നമുക്ക് ദാ ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. നോക്കിക്കേ, ഇവിടെ ദ വാൽമീകി രാമായണ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. നോർമലി വാൽമീകി രാമായണ എന്ന് പറയാം, പക്ഷെ ദാ എന്ത് ചെയ്യാൻ പാടില്ല, ഉപയോഗിക്കാനായിട്ട് പാടില്ല. അതിന് കാരണം എന്താണ്, വാൽമീകി എന്ന് പറയുന്ന ആ റൈറ്ററുടെ പേര് കൂടി ഈ ബുക്കിനോടൊപ്പം വരുന്നുണ്ട്, ബുക്കിന് മുൻപേ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ പറയുന്ന ദാ അവിടെ ഉപയോഗിക്കാനായിട്ട് പറ്റാത്തത്. പക്ഷേ ഇത രാമായണ, ദ ബൈബിൾ, ദ ഖുറാൻ എന്ന് സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഈ പറയുന്ന റൈറ്ററിന്റെ പേര് ഇൻക്ലൂഡ് ചെയ്ത് വരികയാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല, ദാ മുന്നേ ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. ഇനി അടുത്ത യൂസ് നോക്കിയേ. സൂപ്പർലേറ്റീവ് ഫോംസിന് മുൻപേ എന്ത് ഉപയോഗിക്കാറുണ്ട്, ദാ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ സൂപ്പർലേറ്റീവ് ഫോംസ് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് പഠിക്കാം. ഇപ്പം സിമ്പിളായിട്ട് സൂപ്പർലേറ്റീവ് ഫോംസ് എന്ന് പറഞ്ഞാൽ, ഇപ്പം സ്മാർട്ട് എന്ന് പറയുന്നതിൻ്റെ സൂപ്പർലേറ്റീവ് ഫോം എന്ന് പറയുന്നത് സ്മാർട്ട്, സ്മാർട്ടർ, സ്മാർട്ടസ്റ്റ് ആണ്. അപ്പോൾ സ്മാർട്ടസ്റ്റ് ആണ് സൂപ്പർലേറ്റീവ് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മുൻപേ നമ്മൾ എന്താണ് ചേർക്കുന്നത്, ദ ചേർക്കാം, ദ സ്മാർട്ടസ്റ്റ് എന്ന് ചേർക്കാം. അതുപോലെ തന്നെ ബെസ്റ്റിന് മുൻപേ നമുക്ക് എന്ത് ചേർക്കാം, ദ ചേർക്കാം. ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്, അതാണ് ബെസ്റ്റ് വരുമ്പോൾ അത് സൂപ്പർലേറ്റീവ് ആയിട്ട് മാറും, അതാണ് ദ ബെസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ ടാൾ,
ടോളർ, ടോളസ്റ്റ്, അതിൽ ദ ടോളസ്റ്റ് എന്നാണ് നമ്മൾ പറയുന്നത്, ദ വേസ്റ്റ് എന്നാണ് പറയുന്നത്. നോക്കിക്കേ, രാജു ഈസ് ദി ബെസ്റ്റ് സ്റ്റുഡൻറ് എന്ന് പറയുമ്പോൾ ബെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, സൂപ്പർലേറ്റീവ് ഫോം ആണ്. അപ്പോൾ അതുകൊണ്ട് അതിന് തൊട്ട് മുൻപേ നമ്മൾ എന്ത് ഉപയോഗിച്ചു, ദ ഉപയോഗിച്ചു. രാജു ഈസ് ദി ബെസ്റ്റ് സ്റ്റുഡൻറ്. അതുപോലെ അമേരിക്ക ഈസ് ദി റിച്ചസ്റ്റ് കൺട്രി, അതായത് റിച്ചിന്റെ സൂപ്പർലേറ്റീവ് ഫോം ആണ് റിച്ചസ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിന് തൊട്ട് മുൻപേ ദ റിച്ചസ്റ്റ് കൺട്രി എന്ന് ഉപയോഗിച്ചു. അടുത്ത യൂസ് നോക്കിയേ, ഇപ്പോൾ റിവർ, കനാൽസ്, ഓഷൻസ്, സീ, സ്ട്രേറ്റ്സ്, ബേ, ഡെസേർട്സ്, ഫോറസ്റ്റ്, വാലീസ്, മൗണ്ടൻ റേഞ്ച്, പ്ലേറ്റു, അത്തരത്തിലുള്ള അവയെ പറ്റി മെൻഷൻ ചെയ്യുമ്പോൾ അവയുടെ പേരുകളൊക്കെ മെൻഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ദ ഉപയോഗിക്കാറുണ്ട്. എക്സാമ്പിൾ ഏതൊക്കെയാ, ദ ഗംഗ, ദ പമ്പ, ദ ഇന്ത്യൻ ഓഷൻ, ദ താർ, ദ കുളു വാലി. അപ്പോൾ അത്തരത്തിലുള്ള എന്താണ്, അത്തരത്തിലുള്ളവയുടെ ഈ പറയുന്നവയുടെ മുൻപേ നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്, ദ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ തൊട്ട് താഴെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് നോക്കി, ദ മൗണ്ട് എവറസ്റ്റ് എന്ന് പറയില്ല. കാരണം എന്താണ്, മൗണ്ട് എവറസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഒറ്റ പീക്കായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ സിംഗിൾ പീക്കായിട്ട് നിൽക്കുന്നിടത്ത് നമ്മൾ എന്ത് ഉപയോഗിക്കത്തില്ല, ദ ഉപയോഗിക്കത്തില്ല. അല്ലാതെ ഈ പറയുന്ന മൗണ്ടെയിൻസ് റേഞ്ചുകൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, ദ ഉപയോഗിക്കും. പക്ഷെ ഒരു സിംഗിൾ പീക്കായിട്ട് നിൽക്കുന്ന, ഒരു ഒറ്റ പീക്കായിട്ട് നിൽക്കുന്നതിന് തൊട്ട് മുൻപേ നമ്മൾ എന്ത് ഉപയോഗിക്കത്തില്ല, ദ ഉപയോഗിക്കത്തില്ല. ഇനി അടുത്ത യൂസ് നോക്കിയേ, ന്യൂസ് പേപ്പേഴ്സിന്റെ പേരുകളുടെ മുൻപിൽ, അതുപോലെ മാഗസീൻസുകളുടെ പേരിന്റെ മുൻപിൽ ഒക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്, ദ ഉപയോഗിക്കാറുണ്ട്. ദ ഹിന്ദു, ദ ഇന്ത്യ ടുഡേ, അത്തരത്തിൽ ദ മലയാള മനോരമ, അങ്ങനെ ന്യൂസ് പേപ്പറുകളുടെ മുൻപിൽ, അതുപോലെ തന്നെ മാഗസീൻസുകളുടെ മുൻപിലും ഒക്കെ, പേരുകളുടെ മുൻപിലും ഒക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്, ദ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഷിപ്പുകളുടെ പേരുകളുടെ മുൻപിൽ, ഹോട്ടൽസുകളുടെ പേരുകളുടെ മുൻപിൽ, ട്രെയിൻസിന്റെ പേരുകളുടെ മുൻപിൽ, ഇതൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്, ദ ഉപയോഗിക്കാറുണ്ട്. അതാണ് ദ രാജധാനി എക്സ്പ്രസ്, ദ ടൈറ്റാനിക്. ടൈറ്റാനിക് എന്ന് പറഞ്ഞ ഷിപ്പാണ്. അപ്പോൾ അതിന്റെ പേരിന് മുൻപിൽ നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്, ദ ഉപയോഗിക്കാറുണ്ട്. ദ ടൈറ്റാനിക്, ദ രാജധാനി എക്സ്പ്രസ്, അതായത് നെയിം ഓഫ് ഷിപ്പ്, ഹോട്ടൽസ്, ട്രെയിൻ. അപ്പോൾ അതിൻ്റെയൊക്കെ പേരുകളുടെ മുൻപിലും, ന്യൂസ് പേപ്പേഴ്സിന്റെ നെയിംസുകളുടെ മുൻപിൽ, മാഗസീൻസിന്റെ നെയിംസുകളുടെ മുൻപിൽ ഒക്കെ നമ്മൾ ദ ഉപയോഗിക്കാറുണ്ട്. ഇനി അടുത്ത യൂസ് ആണ് എ ക്ലാസ് എ ഹോൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു വർഗത്തെ മുഴുവനായും പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം, ദ ഉപയോഗിക്കാം. ഏതൊക്കെയാണ്, ദ ഹിന്ദുസ്, അതായത് ഹിന്ദു എന്ന് പറയുന്ന ആ ഒരു വർഗത്തെ മുഴുവനായും എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമ്മൾ ദ ഉപയോഗിച്ചത്. അപ്പോൾ ദ ഹിന്ദുസ്, ദ മുസ്ലിംസ്, ദ ക്രിസ്ത്യൻസ്. അപ്പോൾ അങ്ങനെ ആ ഒരു കമ്മ്യൂണിറ്റിയെ മുഴുവനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ക്ലാസ്സിനെ മുഴുവനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദ ഉപയോഗിച്ചത്. അതുപോലെ ദ ടൈഗർ, ദ കൗ, അതായത് കൗ ആസ് സച്ച് ആ ഒരു ആനിമലിനെ മുഴുവനായും നമ്മൾ ആ ഒരു ക്ലാസ്സിനെ മുഴുവനായും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ നമുക്ക് ദ ഉപയോഗിക്കാം. ദ കൗ ഈസ് എ യൂസ്ഫുൾ ആനിമൽ എന്ന് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. കാരണം കൗ ആസ് സച്ച് ഒരു കമ്മ്യൂണിറ്റി ആണ്, അല്ലെങ്കിൽ ഒരു ക്ലാസ് ആണ്. അപ്പോൾ അതിനെ മൊത്തത്തിൽ നമ്മൾ യൂസ്ഫുൾ ആനിമൽ ആണ് എന്ന് ഡിഫൈൻ ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് അവിടെ എന്ത് ഉപയോഗിക്കാം, ദ കൗ എന്ന് ഉപയോഗിക്കാനായിട്ട് പറ്റും. അടുത്ത എക്സാമ്പിൾ നോക്കി, അടുത്ത എക്സാമ്പിൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്, അത് നമുക്ക് നോക്കാം. നോക്കിക്കേ, അതായത് നമ്മളിപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകുന്നു. അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ സ്കൂൾ ആകാം, കോളേജ് ആകാം, ഹോസ്പിറ്റൽസ് ആകാം, ചർച്ച് ആകാം, പ്രിസൺ ആകാം. അപ്പോൾ അത്തരത്തിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ പോവുകയാണ്. അപ്പോൾ അത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആവാം, അതിന് കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇവിടെ പറഞ്ഞത്. കോളേജ് പോലെയും സ്കൂൾ പോലെയും ഹോസ്പിറ്റൽസ് പോലെയും ഒക്കെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എടുക്കാം. അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകുന്ന കാര്യം പറയാണ്. അപ്പോൾ നോർമലി ആ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ആവശ്യത്തിനാണോ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകുന്നത്, അതായത് ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിറവേറുന്ന ഒരു ആവശ്യമുണ്ട്, അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്ന ആവശ്യമുണ്ട്. ഇപ്പോൾ സ്കൂളിൽ പോകുക എന്ന് പറയുന്നത് നോർമലി എന്തിനാണ്, ആ പഠിക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു മാർക്കറ്റിൽ പോകുന്നത് എന്തിനാണ്, ആ വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ ഒക്കെ വാങ്ങിക്കാനാണ്. അപ്പോൾ നമ്മൾ ആ ഒരു റിയൽ പർപ്പസിന് വേണ്ടി, അതായത് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ റിയൽ ആയിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണ് ആ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് നമ്മൾ പോകുന്നത് എങ്കിൽ, അങ്ങനെ പറയുമ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷന് മുൻപിൽ നമ്മൾ എന്ത് ചേർക്കാൻ പാടില്ല, ദാ ചേർക്കാനായിട്ട് പാടില്ല. അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കാൻ പാടില്ല, ദാ ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേ നമ്മൾ ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് പോവുകയാണ്, അത് വേറെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന്, ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ റിയൽ ആയിട്ടുള്ള നീഡ് അല്ലാതെ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി നാം ആ ഇൻസ്റ്റിറ്റ്യൂഷനെ സമീപിക്കുന്നുവെങ്കിൽ അതിന് മുൻപേ നമുക്ക് എന്ത് ചേർക്കാം, ദാ ഉപയോഗിക്കാം. ഞാൻ ഈ പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതിനേക്കാളും നമുക്ക് എക്സാമ്പിൾ നോക്കി മനസ്സിലാക്കാം. നോക്കിക്കേ, ഷീ ഈസ് ഗോയിങ് ടു സ്കൂൾ എന്ന് പറയുന്നതാണ്. അവൾ എവിടേക്ക് പോയി, സ്കൂളിലേക്ക് പോയി. അപ്പം സ്വാഭാവികമായിട്ടും സ്കൂളിലേക്ക് പോകുന്ന എന്തിനായിരിക്കാം, പഠിക്കാനായിരിക്കാം. അപ്പോൾ അത് നമുക്ക് അറിയാവുന്നത് കൊണ്ട് ആ പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ സ്കൂളിൽ പോകുന്നത്, പഠിക്കാനോ പഠിപ്പിക്കാനോ ഒക്കെ വേണ്ടിയിട്ടായിരിക്കുമല്ലോ സ്കൂളിൽ പോകുന്നത്. അപ്പോൾ അത് റിയൽ നീഡാണ്. ആ ഇൻസ്റ്റിറ്റ്യൂഷനെ ബന്ധിപ്പിച്ചിടത്തോളം നോക്കുമ്പോൾ അത് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ്. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ ആ ഡ്യൂട്ടി ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ദ സ്കൂൾ എന്ന് പറയേണ്ട ആവശ്യമില്ല.
അതേസമയം അടുത്തൊരു എക്സാമ്പിൾ നോക്കി, ഹീസ് ഗോയിങ് ടു മാർക്കറ്റ് ടു ബൈ വെജിറ്റബിൾ. സ്വാഭാവികമായിട്ടും ആളുകൾ എന്തിനാ മാർക്കറ്റിൽ പോകുന്നത്? വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ അങ്ങനെയുള്ള നെസസറി ഐറ്റം വാങ്ങിക്കാനാണ്. അപ്പോൾ അതാണ് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ നീഡ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് മാർക്കറ്റിന് മുൻപിൽ എന്ത് ചേർക്കേണ്ട ആവശ്യമില്ല? ദാ ചേർക്കേണ്ട ആവശ്യമില്ല. ഹീസ് ഗോയിങ് ടു മാർക്കറ്റ് ടു ബൈ വെജിറ്റബിൾസ് എന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മതി. പക്ഷേ ഇനി അടുത്തൊരു സെന്റൻസിലേക്ക് നോക്കിക്കേ, ഹീസ് ഗോയിങ് ടു ദ മാർക്കറ്റ് ടു സീ ഹിസ് ഫ്രണ്ട്സ്. യഥാർത്ഥത്തിൽ മാർക്കറ്റിൽ പോയി, മാർക്കറ്റിന്റെ പർപ്പസ് അതാണോ? ഫ്രണ്ട്സിനെ കാണുക എന്നുള്ളതാണോ മാർക്കറ്റിന്റെ പർപ്പസ്? അല്ല. മാർക്കറ്റിൽ ഈ പറയുന്ന വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വിൽപ്പന നടത്തുക, അത് വാങ്ങിക്കുക, അതൊക്കെയാണ് പർപ്പസ് എന്ന് പറയുന്നത്. പക്ഷേ ആ പർപ്പസ് അല്ലാതെ ആ മാർക്കറ്റിന് നിരക്കാത്ത അല്ലെങ്കിൽ മാർക്കറ്റിൽ ചെയ്യാൻ പറ്റാത്ത ഒരു പർപ്പസ്, ആ ഒരു പർപ്പസാണ്. മനസ്സിലായോ? മാർക്കറ്റിൽ നമ്മൾ സ്ഥിരം പോയി ചെയ്യേണ്ട പർപ്പസ് അല്ലാതെ വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ട്, എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ആ മാർക്കറ്റിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് എന്ത് പറയണം? ആ മാർക്കറ്റിന്, ആ ഇൻസ്റ്റിറ്റ്യൂഷന് മുൻപിൽ നമ്മൾ ദാ ചേർക്കേണ്ടതായിട്ട് വരുന്നു. ഹീസ് ഗോയിങ് ടു ദ മാർക്കറ്റ് ടു സീ ഹിസ് ഫ്രണ്ട്സ്. അതായത് ഫ്രണ്ട്സിനെ കാണാൻ മാർക്കറ്റിൽ പോയി എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഫ്രണ്ട്സിനെ കാണാനല്ല മാർക്കറ്റിന്റെ പർപ്പസ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ മാർക്കറ്റിന് തൊട്ട് മുൻപേ നമ്മൾ എന്ത് ചേർക്കേണ്ടതായിട്ട് വരും? ദാ ചേർക്കേണ്ടതായിട്ട് വരും. അതായത് ഇതൊന്നുകൂടി പറയാം. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, ചർച്ച്, പ്രിസൺ തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്ക് പോകുന്നത് ആ സ്ഥാപനങ്ങളുടെ യഥാർത്ഥ ആവശ്യം നിറവേറ്റാനാണെങ്കിൽ ദാ ഉപയോഗിക്കത്തില്ല. എന്നാൽ മറ്റേതെങ്കിലും ആവശ്യം നിറവേറ്റാനാണ് ഈ സ്ഥാപനങ്ങളിലേക്ക് പോകുന്നതെങ്കിൽ എന്തുപയോഗിക്കണം? ദാ ഉപയോഗിക്കണം എന്നതാണ് ആ ഒരു റൂൾ എന്ന് പറയുന്നത്. അടുത്ത നോക്കിക്കേ, എ ഹെഡ് ഓഫ് സയന്റിഫിക് ഡിസ്കവറീസ്. അതായത് ശാസ്ത്രീയമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾക്ക് മുൻപിൽ നമുക്ക് എന്ത് ചേർക്കാം? ദ ചേർക്കാം. വെൻ വാസ് ദ റേഡിയോ ഇൻവെന്റഡ്. അതായത് റേഡിയോ കണ്ടുപിടിച്ചതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ റേഡിയോ ഇൻവെന്റ് ചെയ്തതാണ്. അപ്പോൾ അതിന് മുൻപിൽ നമുക്ക് എന്ത് ചെയ്യാം? ദാ ഉപയോഗിക്കാം. അടുത്ത നോക്കി, പ്ലേയിങ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. അതായത് നമ്മളൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്യുകയാണ് എന്ന് പറയുവാണെങ്കിൽ നമുക്ക് അതിന് മുൻപേ എന്ത് ഉപയോഗിക്കാം? ദാ ഉപയോഗിക്കാം. ഹി പ്ലേസ് ദി വയലിൻ. അവൻ വയലിൻ പ്ലേ ചെയ്യാണ്. അപ്പോൾ വയലിൻ പ്ലേ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിന് മുൻപേ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ദാ ഉപയോഗിക്കാം. പക്ഷേ ഗെയിംസുകൾ കളിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് മുൻപിൽ എന്ത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല? ദാ ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഗെയിംസുകൾ കളിക്കുകയാണ്, സ്വാഭാവികമായിട്ടും ഗെയിം കളിക്കാമല്ലോ. പക്ഷേ ഗെയിമുകൾ കളിക്കുകയാണ് എന്ന് പറഞ്ഞാലും ആ ഗെയിംസിന് മുൻപിൽ എന്ത് ഉപയോഗിക്കാൻ പാടില്ല? ദാ ഉപയോഗിക്കാനായിട്ട് പാടില്ല. അതാണ് ഹീസ് പ്ലേയിങ് ദി ക്രിക്കറ്റ് എന്ന് പറയില്ല. ഹീസ് പ്ലേയിങ് ക്രിക്കറ്റ്, സിമ്പിൾ ആയിട്ട് അത്രയും മതി. അതായത് അവിടെ ആർട്ടിക്കിൾ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഹീസ് പ്ലേയിങ് ക്രിക്കറ്റ്. പക്ഷേ ഇപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നു എന്ന് പറയുമ്പോൾ ഹി പ്ലേസ് ദി വയലിൻ എന്ന് പറയണം, അല്ലെങ്കിൽ ഹി പ്ലേസ് ദി വീണ എന്നൊക്കെയാണ് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത്. അടുത്ത് നോക്കിക്കേ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ലാസ്റ്റ്, നെക്സ്റ്റ്, അൾട്ടിമേറ്റ് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന, അതായത് നമ്പേഴ്സുകളെ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു. ഫസ്റ്റ് എന്നും സെക്കൻഡ് എന്നും തേർഡ് എന്നും ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത്, ലാസ്റ്റ്, നെക്സ്റ്റ്, അൾട്ടിമേറ്റ് എന്നൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ഉപയോഗിക്കണം? ആ സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ ദ ഉപയോഗിക്കണം. അതായത് ദ സെക്കൻഡ് വൺ ഫ്രം ലെഫ്റ്റ് ഈസ് മൈ കസിൻ എന്നാണ്. അപ്പോൾ ദ സെക്കൻഡ് വൺ എന്ന് പറയണം. അതായത് ദ ഫസ്റ്റ്, ദ തേർഡ്, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഡയറക്ഷൻസ് പറയുന്ന സമയത്തും നമ്മൾ എന്ത് ഉപയോഗിക്കണം? ദ ഉപയോഗിക്കണം. സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്, അതായത് ദ ഈസ്റ്റ് എന്നാണ് പറയുന്നത്. ദ വെസ്റ്റ്, അതായത് ദ വെസ്റ്റ് കോസ്റ്റ്, അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഡയറക്ഷൻസ് സ്പെസിഫൈ ചെയ്യുന്ന സമയത്ത് അതിന് തൊട്ട് മുൻപേ നമ്മൾ എന്ത് ഉപയോഗിക്കണം? ദ ഉപയോഗിക്കേണ്ടതായിട്ട് ഉണ്ട്. സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ് എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഇനി അടുത്തത് നോക്കിക്കേ, അടുത്ത എക്സാമ്പിൾ, അടുത്ത റൂള് പീപ്പിൾ ഓഫ് കൺട്രി. അതായത് ഒരു കൺട്രിയിലുള്ള, ഒരു രാജ്യത്തുള്ള ജനങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ അതിന് മുൻപേ നമ്മൾ എന്ത് ഉപയോഗിക്കണം? ദ ഉപയോഗിക്കണം. ദ ഇന്ത്യൻസ്, ദ അമേരിക്കൻസ്, അതായത് അമേരിക്കയിലുള്ള ജനങ്ങൾ, ഇന്ത്യയിലുള്ള ജനങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് മുൻപിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം? ദ ഉപയോഗിക്കണം. അതേസമയം ഈ പറയുന്ന ഇന്ത്യ, അമേരിക്ക എന്നിങ്ങനെ മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കരുത്? ദ ഉപയോഗിക്കരുത്. ഇന്ത്യ, അമേരിക്ക എന്ന് മാത്രമാണ് ഉപയോഗിക്കുന്നത്, ഒരു രാജ്യത്തിന്റെ പേര് മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കാൻ പാടില്ല? ദ ഉപയോഗിക്കാനായിട്ട് പാടില്ല. ദ ഇന്ത്യൻസ്, ഇന്ത്യയിലുള്ള ജനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ദ ഉപയോഗിക്കാം. അതുപോലെ ലാംഗ്വേജിന് തൊട്ട് മുൻപിൽ നമ്മൾ എന്ത് ഉപയോഗിക്കാൻ പാടില്ല? ദ ഉപയോഗിക്കാനായിട്ട് പാടില്ല. ദ ഇംഗ്ലീഷ്, ദ മലയാളം, ദ ഹിന്ദി അങ്ങനെ ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഒരു ലാംഗ്വേജിന്റെ മുൻപിൽ ദ ഉപയോഗിക്കാനായിട്ട് പാടില്ല. പക്ഷേ നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് എടുത്തു പറയുകയാണെന്ന് വിചാരിച്ചോ, സിമ്പിളായിട്ട് ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, തമിഴ് അങ്ങനെ മാത്രം പറയുകയാണെങ്കിൽ അതിന് തൊട്ട് മുൻപേ നമ്മൾ എന്ത് ഉപയോഗിക്കാൻ പാടില്ല? ദ ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. പക്ഷേ ഇംഗ്ലീഷ് ലാംഗ്വേജ്, മലയാളം ലാംഗ്വേജ്, ഹിന്ദി ലാംഗ്വേജ് എന്ന ലാംഗ്വേജോട് ചേർത്ത് എഴുതുകയാണെങ്കിൽ ദ ഉപയോഗിക്കണം. ദ ഇംഗ്ലീഷ് ലാംഗ്വേജ്, ദ മലയാളം ലാംഗ്വേജ് അങ്ങനെ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി അതുപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള മോണ്യുമെന്റ്സ്, അതുപോലെ മെമ്മോറിയൽസ്, അപ്പൊ അതിന് തൊട്ട് മുൻപേ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ദ ഉപയോഗിക്കാം. ദ താജ്മഹൽ, ദ കുത്തബ് മിനാർ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഉപയോഗിക്കാനായിട്ട് പറ്റും.
അതുപോലെ തന്നെ മോർണിംഗ്, ഈവനിങ്, ആഫ്റ്റർനൂൺ അതിനു മുൻപേ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ദ ഉപയോഗിക്കാം. പക്ഷേ നൈറ്റ്, നൂൺ, മിഡ് നൈറ്റ് ഇതിനു മുൻപേ എന്ത് ഉപയോഗിക്കാൻ പാടില്ല? ദ ഉപയോഗിക്കാനായിട്ട് പാടില്ല. അപ്പൊ നമുക്ക് മോർണിംഗ്, ഈവനിങ്, ആഫ്റ്റർനൂൺ ദ ഉപയോഗിക്കാമെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചിന്ത വരും നൈറ്റും നൂണും മിഡ് നൈറ്റും ഒക്കെ ഉപയോഗിക്കാമല്ലോ എന്ന് ചിന്ത വരും. പക്ഷേ നൈറ്റ്, മൂൺ, മിഡ് നൈറ്റ് ഇതിനു മുൻപേ എന്ത് ഉപയോഗിക്കാൻ പാടില്ല? ദ ഉപയോഗിക്കാനായിട്ട് പാടില്ല. പക്ഷെ മോർണിംഗ്, ഈവനിങ്, ആഫ്റ്റർനൂൺ അതിന് തൊട്ട് മുൻപേ നമുക്ക് ദ ഉപയോഗിക്കാം. ഇൻ ദി മോർണിംഗ് എന്നാണ് പറയുന്നത്, ദ മോർണിംഗ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കിങ്ഡം, റിപ്പബ്ലിക്, ഫെഡറേഷൻ അങ്ങനെയുള്ള വേർഡ്സ് വരുമ്പോൾ നമുക്ക് ദ ഉപയോഗിക്കാം. പക്ഷേ കൺട്രി നെയിം, സ്റ്റേറ്റ് നെയിം, സിറ്റി നെയിം, ടൗണിന്റെ പേര് ഇതൊക്കെ വരുമ്പോൾ അതിന് മുൻപിൽ എന്ത് ചേർക്കാൻ പാടില്ല? ദ ചേർക്കാനായിട്ട് പാടില്ല. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ പറ്റി പറയുന്നു. ഇന്ത്യ, അമേരിക്ക, അതുപോലെ തന്നെ ഇപ്പൊ കേരളത്തിലൊരു സിറ്റി അതൊക്കെ പറയാണ്. അങ്ങനെ സിറ്റികളുടെ പേര് മാത്രം പറയുകയാണെങ്കിൽ നമുക്ക് ദ ഇന്ത്യ, ദ അമേരിക്ക എന്ന് പറയാനായിട്ട് പറ്റത്തില്ല. അപ്പൊ കൺട്രികളുടെ പേര്, സ്റ്റേറ്റിന്റെ പേര്, സിറ്റികളുടെ പേര്, ടൗണിന്റെ പേരൊക്കെ വരുമ്പോൾ അതിന് തൊട്ട് മുൻപേ നമുക്ക് ദ ചേർക്കാനായിട്ട് പാടില്ല. ദ ഇന്ത്യ, ദ അമേരിക്ക എന്ന് പറയാനായിട്ട് പറ്റത്തില്ല. പക്ഷേ ആ കൺട്രിയുടെ പേരിന് തൊട്ട് മുൻപേ കിങ്ഡം എന്നോ റിപ്പബ്ലിക് എന്നോ ഫെഡറേഷൻ എന്നോ ഒക്കെ ഉള്ള വേർഡ്സുകൾ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ദ ഉപയോഗിക്കാം. എന്താണ്? ദ യുണൈറ്റഡ് കിങ്ഡം, ദ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ, ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഇങ്ങനെയൊക്കെ വരുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ഉപയോഗിക്കാനായിട്ട് പറ്റത്തുള്ളൂ? ഈ പറയുന്ന ദ ഉപയോഗിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലാത്ത പക്ഷം നോർമലി ഒരു ഇന്ത്യ, അമേരിക്ക എന്ന് പറയുന്ന രാജ്യങ്ങളുടെ പേര് പറയുകയാണെങ്കിൽ അതിന് തൊട്ട് മുൻപ് എന്ത് ഉപയോഗിക്കാനായിട്ട് പാടില്ല? ദ ഉപയോഗിക്കാനായിട്ട് പാടില്ല. എപ്പോഴേ ദ ഉപയോഗിക്കാൻ പറ്റുള്ളൂ? ഈ പറയുന്ന റിപ്പബ്ലിക് എന്നോ കിങ്ഡം എന്നോ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നോ ഒക്കെ പറയുന്ന സമയത്ത് മാത്രമേ നമുക്ക് ദ ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. അടുത്ത നോക്കിക്കേ, ഡേ, മന്ത്, ഫെസ്റ്റിവൽസ്, ലവ്, ലൈഫ്, ആർട്ട്, ലിറ്ററേച്ചർ എന്നിവയ്ക്കൊക്കെ മുൻപേ അതിനെയൊക്കെ പറ്റി പറയുമ്പോഴത്തേക്ക് അതിന് തൊട്ട് മുൻപേ നമുക്ക് ദ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. ദ സൺഡേ എന്ന് പറയാൻ പറ്റത്തില്ല. ദ ക്രിസ്മസ് അതൊരു ഫെസ്റ്റിവൽ അല്ലേ, ദ ക്രിസ്മസ് എന്ന് പറയാൻ പറ്റില്ല. ദ ലവ്, ലൈഫ്, ആർട്ട് എന്നൊക്കെ പറയുന്നത് അബ്സ്ട്രാക്ട് ആയിട്ടുള്ള നൗണുകളാണ്. അപ്പൊ അതിന് അബ്സ്ട്രാക്ട് നൗൺ എന്താണെന്നൊക്കെ നമ്മൾ കോൺകോഡ് പഠിച്ചപ്പോൾ പറഞ്ഞതാണ്. അപ്പൊ അബ്സ്ട്രാക്ട് നൗണുകൾക്ക് മുൻപിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പാടില്ല? ഈ പറയുന്ന ദ ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. ദ ലവ്, ദ ലൈഫ് എന്നൊന്നും നമ്മൾ പറയാനായിട്ട് പാടില്ല. അതുപോലെ ഫെസ്റ്റിവൽസിന് മുൻപേ ദ ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ ഡേയോ മന്തോ ഒക്കെ പറയുന്നതിന് മുൻപേ നമ്മൾ ദ ഉപയോഗിക്കാനായിട്ട് പാടുള്ളതല്ല. ഇനി അതുപോലെ തന്നെ നെയിം ഓഫ് യൂണിവേഴ്സിറ്റീസ്, യൂണിവേഴ്സിറ്റികളുടെ പേര് പറയുമ്പോൾ അതിന് തൊട്ട് മുൻപ് എന്ത് ഉപയോഗിക്കാൻ പാടില്ല? ദ ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഫോർ എക്സാമ്പിൾ കേരള യൂണിവേഴ്സിറ്റി എന്ന് പറയാണ്, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയാണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയാണ്. അപ്പൊ അതിനൊന്നും മുൻപേ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പാടില്ല? ദ ഉപയോഗിക്കാനായിട്ട് പാടില്ല. ദ കേരള യൂണിവേഴ്സിറ്റി എന്ന് പറയില്ല, ദ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി എന്നൊന്നും പറയില്ല. പക്ഷെ എങ്ങനെ പറയാം? ദ യൂണിവേഴ്സിറ്റി ഓഫ് കേരള എന്ന് പറയാം, ദ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്, ദ യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ് അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് ദ ഉപയോഗിക്കാം. അതായത് യൂണിവേഴ്സിറ്റി ഓഫ് കേരള എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ദ ഉപയോഗിക്കാം. പക്ഷെ കേരള യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ അതിന് തൊട്ട് മുൻപ് എന്ത് ഉപയോഗിക്കാൻ പാടില്ല? ദ ഉപയോഗിക്കാനായിട്ട് പാടില്ല. അതുപോലെ അടുത്തതാണ്, ലാസ്റ്റ് ആണ്, ഓർഗനൈസേഷൻസുകളുടെ പേരുകളുടെ മുൻപിൽ ദ ഉപയോഗിക്കാം. ദ UNO, ദ വേൾഡ് ഹെൽത്ത്, ദ WHO. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് WHO എന്ന് പറയുമ്പോൾ മാത്രം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ന് പറയരുത്. നമുക്ക് ദ WHO, ദ UNO എന്നൊക്കെ പറയുന്ന കണ്ടീഷൻസിൽ നമുക്ക് ഓർഗനൈസേഷൻസിന് മുൻപിൽ ദ ചേർക്കാം. പക്ഷേ ഇവിടെ നോക്കിക്കേ, നാറ്റോയുടെ മുൻപിൽ NATO എന്നല്ല നമ്മൾ നാറ്റോയെ പ്രൊനൗൺസ് ചെയ്യുന്നത്. നാറ്റോ എന്ന് തന്നെയാണ്, ദ NATO എന്നല്ല പ്രൊനൗൺസ് ചെയ്യുന്നത്, നാറ്റോ എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന് മുൻപിൽ ദ ചേർക്കാൻ പാടില്ല എന്ന് പറയുന്നത്. പക്ഷേ നാറ്റോയെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് ദ NATO എന്നായിരുന്നുവെങ്കിൽ നമുക്ക് ദ ഉപയോഗിക്കാം. പക്ഷേ നാറ്റോ എന്ന് പ്രൊനൗൺസ് ചെയ്യുന്നത് കൊണ്ടാണ് അതിന് തൊട്ട് മുൻപ് എന്ത് ഉപയോഗിക്കാൻ പറ്റില്ലാത്തത്? ദ ഉപയോഗിക്കാനായിട്ട് പറ്റാത്തത്. പക്ഷേ ദ UNO, ദ WHO എന്നിങ്ങനെയൊക്കെ നമുക്ക് പ്രൊനൗൺസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതാണ് ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് കഴിഞ്ഞ ക്ലാസ്സിൽ എയും ആനയും പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇപ്പൊ നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ധായെ പറ്റിയിട്ട് അതിന്റെ യൂസസുകളുമാണ് പഠിച്ചത്. അപ്പൊ ഇതോടുകൂടി ആർട്ടിക്കിൾസ് 2 ക്ലാസ്സുകൾ കൊണ്ട് ആർട്ടിക്കിൾസ് കംപ്ലീറ്റ് ആയി.